ഹമ്മർ ഇ വി മുതൽ കർവ് ഇ വി വരെ പങ്കെടുത്ത കായംകുളം കാർട്ടസിലെ ഗോയിസിയുടെ ചാർജ് സ്റ്റേഷന്റെ ഗ്രാൻഡ് ഇനാഗുറേഷൻ ഫംഗ്ഷനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നമ്മളെ കൂടാതെ ജോജി തമ്പി, ആതിര മുരളി, നജീബ് റഹ്മാൻ, നെഫി തുടങ്ങിയ ഫേമസ് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടായിരുന്നു. ഹലോ എവരിവൺ, വെൽക്കം ടു ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മളൊരു നോർമൽ ഇ വി ചാർജ് സ്റ്റേഷന്റെ വീഡിയോ അല്ല ചെയ്യുന്നത്, ഒരു ഇ വി ചാർജ് സ്റ്റേഷന്റെ ഗ്രാൻഡ് ഇനാഗുറേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടാതെ ഒരു ഇ വി ഓട്ടോ എക്സ്പോ ആലപ്പുഴ കായംകുളത്തുള്ള കാർട്ടസിലാണ് ഗോയിസിയുടെ ഈ ഒരു ഇ വി ചാർജ് സ്റ്റേഷന്റെ ഇനാഗുറേഷനും ഓട്ടോ എക്സ്പോയും നടക്കുന്നത്. അപ്പൊ നമ്മൾ രാവിലെ അവിടെ ചെന്ന സമയത്ത് തന്നെ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ക്രെറ്റ ഇ വി, അയോണിക് 5, BMW iX5 ആൻഡ് BE6. അപ്പൊ ഇതാണ് നമ്മുടെ ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻ. ഗോയിസിയുടെ ഈ ഒരു 60 കിലോവാട്ടിന്റെ ചാർജ് സ്റ്റേഷന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ നേരത്തെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് ഒരു ഇ വി എക്സ്പോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാര്യം ഒരുപാട് ഇ വിസ് കാണാനും അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടുത്തറിയാനും പറ്റുക എന്ന് പറയുന്നത്, അതും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് തന്നെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് ഗോയിസിയുടെ എഫോർട്ട്. കാര്യം നല്ല രീതിയിൽ ഒരു വിധമുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ വണ്ടികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ചെന്ന ടൈമിൽ ഉണ്ടായിരുന്ന വണ്ടികളാണ് ഈ കാണുന്നത്. അതിനുശേഷം അവിടെ BYDയുടെയും ടാറ്റയുടെ ഒക്കെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു ഷോയിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഹമ്മർ തന്നെയായിരുന്നു. 205 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് ഉള്ള ഏകദേശം 500 കിലോമീറ്റർ റേഞ്ചുള്ള ഈ ഒരു ഹമ്മർ ഇ വി എന്നായിരുന്നു ഈ ഒരു ഷോയുടെ ഹൈലൈറ്റ്. ഈ ഒരു വണ്ടിയുടെ സൈസാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാര്യം എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുക തന്നെയായിരുന്നു. കാര്യം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഹമ്മർ ഇ വി വരുന്നത്. കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഈ ഒരു വണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ സൈസ് കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. കാര്യം അത്രയ്ക്ക് ആൾക്കാരായിരുന്നു ആ ഒരു വണ്ടിയുടെ ചുറ്റും കൂടിയിരുന്നത്. നിലവിൽ കേരളത്തിലുള്ളതിൽ ഏറ്റവും വില കൂടിയ ഇ വി ഈ ഒരു ഹമ്മർ ഇ വി തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി കുറച്ച് നാളും കൂടെ കേരളത്തിൽ ഈ ഒരു ഹമ്മർ ഇ വി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അവർ ബാംഗ്ലൂരിലേക്ക് ഈ ഒരു വണ്ടി ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു വണ്ടിയുടെ സൈസ് തന്നെയാണ്. BYDയുടെ സീലിയനും അതുപോലെ തന്നെ ടാറ്റ കർവ് ഇ വി ഒക്കെ അതിന്റെ അടുത്ത് കൊണ്ട് ഇട്ടപ്പോഴത്തേക്ക് വെറും കുഞ്ഞു വണ്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇതാണ് നമ്മുടെ ഗോയിസിയുടെ 60 കിലോവാട്ടിന്റെ ചാർജ് സ്റ്റേഷൻ. ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു ഇ വി എക്സ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചാർജ് സ്റ്റേഷൻ മാത്രമല്ല, കാർട്ടിസ്റ്റ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ ഒരു കാർ വാഷിംഗ് ആൻഡ് കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയുടെ ഇനാഗുറേഷൻ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇനാഗുറേഷൻ ചടങ്ങിലേക്ക് പോവാം. കാർട്ടസിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു വലിയ സ്വപ്നവും അതുപോലെ തന്നെ പരിശ്രമങ്ങളും അതിനൊക്കെ ഉപരി ഒരു പാഷൻ, അതിനെക്കുറിച്ച് പറയാതെ നമുക്ക് തുടങ്ങാൻ കഴിയില്ല. നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ കൈവരികളോടെ സന്തോഷത്തോടെ നമുക്ക് കാർട്ടസിനെ സ്വീകരിക്കാം. ഈ ഒരു ഫംഗ്ഷന് ശേഷം അവരുടെ കാർ വാഷിംഗ് സെന്ററിന്റെയും കാർ ഡീറ്റെയിലിംഗ് സെന്ററിന്റെയും ഇനാഗുറേഷൻ ആയിരുന്നു നടന്നത്. ഈ ഒരു ഫംഗ്ഷനിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ജോജി തമ്പി, നജീബ് റഹ്മാൻ, ആതിര മുരളി, നെഫ് തുടങ്ങിയ ഫേമസ് വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു അവിടുത്തെ ഗോയിസിയുടെ 60 കിലോവാട്ടിന്റെ ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ഇനാഗുറേഷൻ. ആ ഒരു ഇനാഗുറേഷനും നല്ല അടിപൊളി ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു. കൂട്ടത്തിലെ ലേഡി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആതിര മുരളി ആയിരുന്നു ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ഇനാഗുറേഷൻ നടത്തിയത്. അപ്പോൾ ഇനാഗുറേഷന് ശേഷം ആദ്യമായിട്ട് ചാർജ് ചെയ്യാൻ വന്നത് നമ്മുടെ BMWയുടെ iX1 എന്ന് പറഞ്ഞ മോഡലായിരുന്നു. നെഫി ബ്രോ ആയിരുന്നു ഫസ്റ്റ് ചാർജിംഗ് ഗണ്ണ് കണക്ട് ചെയ്ത് ഫസ്റ്റ് ചാർജിങ് ഇനിഷ്യേറ്റ് ചെയ്തതും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനോട് കൂടി ഗോയിസിയുടെ കാർട്ടസിലുള്ള ഈ ഒരു ചാർജ് സ്റ്റേഷൻ ഇനി എല്ലാ ഇ വി ഓണേഴ്സിനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ NH കൊല്ലം ആലപ്പുഴ റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ചാർജ് സ്റ്റേഷനാണ് കായംകുളത്തുള്ള കാർട്ടസിലുള്ള ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻ. ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ലോഞ്ച് ഏരിയയും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലോഞ്ച് ഏരിയയുടെ ഇനാഗുറേഷൻ ആണ് അടുത്തതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഇ വി ഓണേഴ്സിന് ഇവിടെ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഈ ഒരു ലോഞ്ച് ഏരിയ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും അല്ലെങ്കിൽ അവിടെ അടുത്ത് തന്നെ ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആയിരിക്കും. അപ്പൊ നമുക്ക് കേരളത്തിലുടനീളം ഇതുപോലുള്ള ചാർജ് സ്റ്റേഷൻസ് ആണ് വേണ്ടത്. നമ്മളും ലോങ് പോകുന്ന ടൈമിൽ ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഉള്ള ചാർജ് സ്റ്റേഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നതും. ഇതൊരു ഡ്യുവൽ ഗൺ മെഷീൻ ആയതുകൊണ്ട് തന്നെ 2 വണ്ടി ഒരേ ടൈമിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എറണാകുളം ട്രിവാൻഡ്രം റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ കായംകുളം ഏരിയയിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജ് സ്റ്റേഷൻ തന്നെയാണ് ഗോയിസിയുടെ കാർട്ടസിലുള്ള ഈ ഒരു ചാർജ് സ്റ്റേഷൻ. അപ്പൊ നമ്മുടെ എക്സ്പോയുടെ ഭാഗമായിട്ട് കർവ് ഇ വി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹമ്മർ ഇ വിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടപ്പോഴത്തേക്ക് കർവ് ഇ വി വളരെ കുഞ്ഞു വണ്ടിയായിട്ടാണ് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് സൈസ് ഉണ്ട് ഹമ്മർ ഇ വിക്ക്. കർവ് ഇ വി ഒരിക്കലും കുഞ്ഞു വണ്ടിയല്ല, പക്ഷേ ഹമ്മർ ഇ വിയുടെ സൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഗോയിസിയുടെ കാർട്ടസിലുള്ള ചാർജ് സ്റ്റേഷന്റെ ഗ്രാൻഡ് ഇനാഗുറേഷൻ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു എക്സ്പോയിൽ വന്നതിൽ
കാണുന്നതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണ്ട വണ്ടികൾ ഏതൊക്കെയെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ വീഡിയോയും യൂസർ എക്സ്പീരിയൻസ് വീഡിയോയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ട്സും കമൻറ്റ് ചെയ്തോളൂ. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. EV റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.